ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. നല്ല കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്. രാവിലെ തന്നെ എമ്മാനും ഇവിടെ നാവ് പിടിക്കുന്നുണ്ട്. എമ്മാനുവിന് തലവേദനയും പനിയൊക്കെയാണ് കേട്ടോ. എമ്മാനിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഹെൽപ്പറും കൂടെയുണ്ട്. സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും അതുപോലെ നന്നായിട്ട് ആവി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അവരവിടെ ഇരുന്ന് ആവി പിടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം ഒരു സന്ദർശക കേട്ടോ, ഈ കാക്കപ്പെണ്ണ്. എല്ലാ ദിവസവും വരും. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊത്തി കൊത്തി കുടിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ കാക്കശിവണ്ണിനെയൊക്കെ നോക്കി നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാൾ ആവി പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൂഡും കുറച്ച് നേരം കാക്കേനെയൊക്കെ നോക്കി നിന്നേ. ആ സമയത്ത് വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നോക്കാമല്ലോ. അങ്ങനെ തേങ്ങ പൊട്ടിക്കുക കേട്ടോ. ഇന്ന് ദോശയും ചമ്മന്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കാനും അതിൻ്റെ വെള്ളം കുടിക്കാനും ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തേങ്ങാവെള്ളം. അപ്പോഴത്തേക്കും പിള്ളേർ ഓടി വരും കേട്ടോ തേങ്ങാവെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ എങ്ങനെ ഉണ്ടോ, നല്ല നെയ്യൊക്കെ ഒഴിച്ച് അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡൂഡുകൂട്ടൻ അവിടെ സ്വന്തമായിട്ടിരുന്ന് ദോശ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കോവയ്ക്ക പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിക്കായിട്ട് കോവയ്ക്ക പറിച്ചെടുക്കുവാണ്. അന്നേരം ബേബി എമ്മാനുവിനെ വാരി കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് എമ്മാനു തീരെ വയ്യാണ്ടായിട്ടോ മരുന്നിന് പോകാൻ റെഡി ആവുകയാണേ. അങ്ങനെ അച്ചാച്ചനും മക്കളും കൂടെ മരുന്നിന് പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ പോകുന്ന വിഷമത്തിൽ ഡൂഡു ഒരേ കരച്ചിലായിരുന്നേ. അങ്ങനെ ഡൂഡുവിനെ ആശ്വസിപ്പിച്ചൊന്ന് ഉറക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു സ്മൂത്തി അടിക്കാനുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സ്മൂത്തി അടിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നല്ല മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡൂഡു ഉറങ്ങുന്ന നേരത്തെ മീനൊക്കെ വെട്ടി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അയലയായിരുന്നേ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ മീൻ കറി ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ പറിച്ച് വെച്ച കോവയ്ക്ക ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ കോവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നട്ട് നനച്ച് അതിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ നമ്മുടെ കോവയ്ക്കാത്തോരനൊക്കെ റെഡിയായി. പിന്നെ വേഗം അടിച്ചൊക്കെ വരുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ഡൂഡു ഏറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കാത്തോരനും റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ.